നമസ്കാരം സാറേ. ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 5 മെയിൻ പോയിന്റ്സ് ആണ്. ഫസ്റ്റ്, നമ്മുടെ ഇൻഡോറിൻ്റെയും ഔട്ട്ഡോറിൻ്റെയും പൊസിഷൻ. എന്തുകൊണ്ടാണ് ഈ ഇൻഡോറിൻ്റെ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും അടുത്തടുത്ത് കൊണ്ടുവരികയും അത് ഡൈനിങ് ഏരിയയിലോട്ട് കൊണ്ടുവരികയും ചെയ്തതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ആദ്യം ചെയ്യുന്നത്. ഇൻഡോർ യൂണിറ്റ് നോർമൽ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് ഈ ഡക്റ്റിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി അതാത് ഹോളിൻ്റെ 4 കോർണറിലാണ് നോർമലി എല്ലാവരും പ്ലേസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒന്ന് നോക്കിയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഡിഫിക്കൽട്ടി എന്താണെന്ന് പറഞ്ഞാൽ യൂണിറ്റ് കൂടുതൽ വരുന്നു. യൂണിറ്റ് കൂടുതൽ വരുമ്പം യൂണിറ്റ് ടു ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ കോപ്പർ പൈപ്പ്, ഡ്രെയിനേജ് പൈപ്പ്, ഇതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഉള്ള ഇഷ്യൂസസ്, ബഡ്ജറ്റ് മുതൽ പ്രാക്ടിക്കലായിട്ടുള്ള പല ഇഷ്യൂസസ്. കാരണം ഈ ഒരു സൈഡിൽ കിച്ചണ്, വേറൊരു സൈഡിൽ എൻട്രൻസ്, അല്ലെങ്കിൽ ഈ ഈ ഈ എൻ്റെ കൺസെപ്റ്റിൽ ഇതാണ് നോർത്തിലോട്ടാണ് ഇത് ഫേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആ ടെമ്പിൾ ഈ പറഞ്ഞ ഈസ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ വെസ്റ്റ് സൈഡിൽ നമുക്കൊരു കിച്ചണുണ്ട്. അതേപോലെ അവിടെ ഒരു നമ്മുടെ വെള്ളം ഈ അതുമുണ്ട്. താഴെ ഒരു നമ്മുടെ കുളിക്കടവ് പോലത്തെ ഒരു സൗകര്യമുണ്ടല്ലോ. അപ്പം ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒരിക്കലും തൊടാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെ ഈ ഇൻഡോർ യൂണിറ്റ് നോർമലി റൂമിനകത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഓരോ സ്പേസിലും, ഇപ്പോൾ ഓഡിറ്റോറിയം ആണെങ്കിൽ ഓഡിറ്റോറിയത്തിന് 4 കോർണർ, അതേപോലെ തന്നെ ഡൈനിങ് ഏരിയ ആണെങ്കിൽ ഡൈനിങ് ഏരിയയുടെ 4 കോർണർ, കോൺഫറൻസ് റൂമിലെ 4 കോർണർ, അല്ലെങ്കിൽ ഈ കാസറ്റ് AC, അങ്ങനെയൊക്കെയുള്ള പല ഓപ്ഷൻസും നോക്കിയായിരുന്നു. പക്ഷെ എല്ലാത്തിനകത്തുള്ള ഡിഫിക്കൽട്ടി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പർ പൈപ്പിന്റെ ലെങ്ത് കൂടുന്നു. അപ്പോൾ അതിനനുസരിച്ച് പവർ കോഡ് കൂടും, ഡ്രെയിനേജിന്റെ ഇഷ്യൂസ് വരും. പിന്നെ ആഫ്റ്റർ സെയിൽ സർവീസ്. കാരണം ഈ ഡൈനിങ് ഏരിയക്കകത്ത്, മെയിൻ ഓഡിറ്റോറിയത്തിനകത്ത് നമുക്ക് 6 മീറ്ററോളം 10 മീറ്ററോളം ഹൈറ്റ്, സീലിംഗിന്റെ ഹൈറ്റ് വന്നിട്ട് 10 അടിക്ക് മേളിൽ ഹൈറ്റ് ലെവൽ കൂട്ടിക്കഴിഞ്ഞപ്പം നിന്ന് സർവീസ് ചെയ്യാൻ, ഇൻഡോർ സർവീസ് ചെയ്യാനൊക്കെ ഇഷ്യൂസ് വരും. അപ്പോൾ സീലിംഗിലൊക്കെ എന്താണെങ്കിലും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് ഫിൽട്ടർ ക്ലീൻ ചെയ്യണം. നോർമൽ 3 പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സീലിംഗ് ഹൈറ്റ് ഇത്രയും കൂടിക്കഴിഞ്ഞപ്പം അവിടെ നിന്ന് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ ആഫ്റ്റർ സർവീസിന്റെ ആ കാര്യങ്ങളും എല്ലാം കൺസിഡർ ചെയ്താണ് ഈ ഇൻഡോർ യൂണിറ്റ് ഈ ഡൈനിങ് ഏരിയയിലോട്ട്, വാഷ് ഏരിയയിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ വാഷ് ഏരിയയിലാവുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഡ്രെയിനേജ് കറക്റ്റായിട്ട് കൊടുക്കാം. കോപ്പർ പൈപ്പ് നേരെ ഔട്ട്ഡോർ യൂണിറ്റ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഏരിയ ആണ്. ഇത് ഒന്നെങ്കിൽ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കി ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്ലോറിൽ നമ്മളൊരു GI സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതേലാണെങ്കിലും GI സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു സിമെന്റ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതേലാണെങ്കിലും ചെയ്യുക. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബാരിക്കേഡ് കൊടുക്കണം. അഥവാ കാർ എന്തെങ്കിലും റിവേഴ്സ് എടുക്കുമ്പോൾ നേരെ ഇതിൽ തട്ടാൻ പാടില്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഏരിയ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. നമുക്ക് അധികം സ്ഥലം വേണ്ടി വരത്തില്ല. നമുക്ക് ജസ്റ്റ് ഈ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തോട്ട് പ്രൊജക്ഷൻ പോകാത്ത രീതിയിൽ ഇങ്ങോട്ട് ഫാൻ്റെ കോയിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ. അപ്പം അതാണ് നമ്മൾ ആ ഔട്ട്ഡോർ യൂണിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാരണം. അപ്പം ഇൻഡോർ ടു ഔട്ട്ഡോർ യൂണിറ്റ് കോപ്പർ പൈപ്പ് കുറയും. നമുക്ക് വാഷ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതാണ് ഇൻഡോർ ടു ഔട്ട്ഡോർ യൂണിറ്റ് പ്ലേസ് അവിടെ കൊണ്ടുവരാനുള്ള ഒരു കാരണം. രണ്ടാമത്, ഈ റിട്ടേൺ എയർ. ഈ ഏത് മെഷീൻ അകത്ത് കൊണ്ടുപോയാലും അതിൻ്റെ റിട്ടേൺ എയറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഈ മെഷീന് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ എയർ അത്രയും തന്നെ കിട്ടണം. അപ്പം ആ റിട്ടേൺ എയർ പ്രോപ്പറായിട്ട് ചില മെഷീന് കിട്ടും, ചില മെഷീന് കിട്ടാതാവുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിട്ടേൺ എയർ ഇത് പ്രോപ്പറായിട്ട് കിട്ടുന്ന രീതി. അപ്പോൾ റിട്ടേൺ എയർ കിട്ടുമ്പോൾ ഇവിടെ പല ഡിഫ്യൂസറുണ്ട്. ഇതിനകത്ത് ചില ഡിഫ്യൂസറുകൾ ഡമ്മിയും ചില ഡിഫ്യൂസറുകൾ സപ്ലൈ ഉള്ള ഡിഫ്യൂസറും ആയിരിക്കും.
അപ്പോൾ ഈ ഡമ്മി ഡിഫ്യൂസറും സപ്ലൈ ഡിഫ്യൂസറും ഒരിക്കലും അവിടെ വരുന്ന കോബ് അല്ലെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ്സിനെയോ ഇതിനെ ഒന്നും ഒരു ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഡിഫ്യൂസറിന് 1x1 1 ഫീറ്റ് ഡിഫ്യൂസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരിക്കലും ആ ഡിസൈനിൽ ഈ ഡിഫ്യൂസർ എടുത്തറിയത്തില്ല. നോർമൽ ഡിഫ്യൂസർ വലിപ്പമുള്ള ഡിഫ്യൂസറിലോട്ട് പോകുമ്പം ലൈറ്റും ഇതിനെയൊക്കെ അത് ബാധിക്കും. അപ്പം നമ്മുടെ ഈ പ്ലെയിൻ സീലിംഗ് ഈ കോവ് ലൈറ്റോ ഒന്നും ഇല്ലാതെ ഈ പ്രൊഫൈൽ ലൈറ്റും അതേപോലെ പ്രൊഫൈൽ ലൈറ്റ്സും നോർമൽ സ്പോട്ട് ലൈറ്റും എന്നുള്ള രീതിയിലാണ് സീലിംഗ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പം എല്ലായിടത്തും ഈ ഒരു രീതിയിൽ. അപ്പം ഇതിനെ ബാധിക്കാത്ത രീതിയിൽ ആ ഡിഫ്യൂസർ എടുത്തറിയാതിരിക്കാൻ അത് 1x1 ആക്കി. അപ്പോൾ 1x1 ആക്കി കഴിഞ്ഞപ്പം അതിൻ്റെ CFM അവിടെ CFM വീണ്ടും കൺസ്ട്രെയിൻ ആയി. അപ്പം ആ 1x1 ഇറങ്ങുന്ന രീതിയിൽ ഉള്ള ഈ പറഞ്ഞ CFM കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ആ CFM മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ ഡക്റ്റിൻ്റെ പൊസിഷൻ, ഡക്റ്റിൻ്റെ വിഡ്ത്തും ഹൈറ്റും മാക്സിമം നമുക്ക് വരുന്ന മെഷീൻ്റെ ഫസ്റ്റ് ഡക്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ 400x300 mm ആയിരിക്കും. അതായത് 400 mm വിഡ്ത്തും 300 mm ഹൈറ്റും, ഒരടി ഹൈറ്റും 400 mm. ഈ 400 mm ഇരുന്ന് ഇത് റെഡ്യൂസായി ഹൈറ്റ് ഈ പറഞ്ഞപ്പോൾ ഹൈറ്റ് എപ്പോഴുമേ ഒരു 400 ഇരുന്ന് 300 വരെ വിട്ട് കുറയും. ഹൈറ്റ് എപ്പോഴുമേ 300 ഇരുന്ന് 150 വരും. അതായത് ഡക്റ്റുകൾ നോർമൽ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത് കുറച്ചു. അപ്പോൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണമായിരുന്നു. കാരണം ഡക്റ്റിൻ്റെ നീളം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ വെലോസിറ്റി കിട്ടുന്നില്ലെങ്കിൽ ഈ കറക്റ്റായിട്ടുള്ള എയർ സപ്ലൈ കിട്ടാതെ പോകും. അപ്പം വെലോസിറ്റിയും നിലനിർത്തണം, ഈ CFM ലാസ്റ്റ് പോയിന്റ് വരെ കൊണ്ടുപോവുകയും വേണം. അതിന് ഡക്റ്റിൻ്റെ സൈസ് സ്വാഭാവികമായിട്ടും എത്രത്തോളം മിനിമൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മിനിമൈസ് ചെയ്താണ് നമ്മൾ ആ ഡക്റ്റിൻ്റെ ഡിസൈൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ റിട്ടേൺ എയർ അതേപോലെ ഡ്രെയിനേജിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതാണ് രണ്ടാമത്തെ പോയിന്റ്, റിട്ടേൺ എയറിനെ പറ്റിയായിരുന്നു. ഇത് ഡ്രെയിനേജിൻ്റെ പോയിന്റിനെ പറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു. രണ്ട് ചോയ്സ് ആയിരുന്നു. ഒന്നെങ്കിൽ കോപ്പർ പൈപ്പ് കൂടുതൽ ആവശ്യം വരും, അല്ലെങ്കിൽ GA ഷീറ്റ്. GA ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഡക്റ്റിൻ്റെത്, കോപ്പർ പൈപ്പ് ഇൻഡോർ ടു ഔട്ട്ഡോർ ഉണ്ട്. ഇതിനകത്ത് രണ്ട് ഭാഗത്ത് നമ്മൾ ചൂസ് ചെയ്തത് GI ഷീറ്റ്. അതായത് ഈ ഒരു 40% ഡക്റ്റിങ് കൂടുതലായിട്ടുണ്ട്. നോർമൽ ഇതിനകത്ത് വരുന്നതിനേക്കാളും നമുക്കിപ്പം സൈഡ് ത്രോ അല്ലെങ്കിൽ ബൾക്ക് ഹെഡ് ഒക്കെ ആണെങ്കിൽ ഡക്റ്റിങ് ഇത്രയും വരത്തില്ല, ഡക്റ്റിങ് കുറയും. പക്ഷെ എന്നാലും കൂളിങ്ങിനെ സൈഡ് ത്രോക്കുള്ള ഗ്രില്ല് പെർഫോം ചെയ്യുന്നതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് ഈ ഡിഫ്യൂസർ, ടോപ്പിൽ നിന്നുള്ള ഡിഫ്യൂസർ പെർഫോം ചെയ്യും. അപ്പം ഡക്റ്റ് കൂടുതലുണ്ടെങ്കിലും ഡക്റ്റിൻ്റെ അളവ് കുറവാണ്. അതായത് വലിപ്പമുള്ള ഡക്റ്റുകളില്ല. 400x300 ആണ് ഡക്റ്റിൻ്റെ മാക്സിമം ഇത് വലിപ്പം. അപ്പം അങ്ങനെ ഈ ഡക്റ്റിൻ്റെ ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പം ഇതിൻ്റെ ഹീറ്റ് ലോഡ് കാൽക്കുലേഷനകത്ത് നമുക്ക് ഇപ്പം ഓഡിറ്റോറിയത്തിനകത്ത് CFM വൈസ് 7117 CFM, അതല്ലെങ്കിൽ 22 ടൺ TR, ഇത് BTO, അത് CFM കാൽക്കുലേഷൻ. അപ്പം 22 ടൺ എന്നുള്ളത് സാർ നോക്കിയാൽ മതി. ഓഡിറ്റോറിയം ഡൈനിങ് ഏരിയക്കകത്ത് നമ്മൾ ഇതേപോലെ തന്നെ 17 ടണ്ണ്, കോൺഫറൻസ് ഏരിയക്കകത്ത് 11 ടണ്ണ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഹീറ്റ് ലോഡ് കാൽക്കുലേഷനകത്ത് ഡിറൈവ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഈ ഡക്റ്റിനകത്ത് തന്നെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് AC മെഷീൻ 1 ഇത് ഡൈനിങ് ഏരിയയിലോട്ട് മാത്രമായിരിക്കും ഈ പറഞ്ഞ സപ്ലൈ പോകുന്നത്. ഇതിന് ഇവിടെ ഒരു ഫയർ ഡാമ്പർ കാണും. മെഷീൻ 2 വന്നിട്ട് 2 ഫയർ ഡാമ്പർ ഉണ്ട്, 2 മോട്ടറൈസ്ഡ് VCD കാണും. ഇത് ലിവർ വെച്ച് നമ്മൾ ബൈ ഹാൻഡാണ് ഓണും ഓഫും ചെയ്യുന്നത്.
അത് മോട്ടറൈസ്ഡ് വെക്കണമെങ്കിൽ വെക്കാം. ഈ മോട്ടറൈസ്ഡ് VCD വെച്ചിരിക്കുന്ന ഈ 2 സ്ഥലത്താണ്. അപ്പം ഈ രണ്ടാമത്തെ മെഷീനകത്ത് ഇരുന്ന് ഡൈനിങ് ഏരിയയിലോട്ട് സപ്ലൈ പോകും. ഡൈനിങ് ഏരിയയിൽ ഇരുന്നല്ലാതെ ഈ ഷട്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ട് സപ്ലൈ പോകും. രണ്ടും ഒരേ സമയത്ത് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം, പ്രശ്നമില്ല. അതായത് ഇത് 11 ടൺ ആണ്. അപ്പോൾ ഇവിടെ 5 ടണ്ണ്, ഇവിടെ 5 ടൺ. അതേപോലെ മൂന്നാമത്തെ AC 11 ടൺ, നാലാമത്തെ ACയും ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതും ഒരു 5 ടൺ എന്ന് കൂട്ടിയാണ്. അപ്പോൾ 5, 11, 5, 11, 5. അപ്പം ആ 3 മെഷീനും കൂടെ ചേർത്ത് ഓഡിറ്റോറിയത്തിന് പ്രോപ്പർ ആയിട്ടുള്ള കൂളിംഗ് എഫക്റ്റ് കൊടുക്കും. ഞാൻ അതിൻ്റെ സമയമെടുത്തത് ഈ വെലോസിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുമോ, CFM കീപ്പ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ ഈ ഡിസൈനകത്ത് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുമോ, കോംപ്ലിക്കേഷൻ കുറയ്ക്കാൻ പറ്റുമോ, ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത കാരണമാണ് കുറച്ച് സമയം കൂടുതൽ എടുത്തത്. അപ്പം ഇതിനകത്തിരുന്ന് തന്നെ ഇനിയും ഡയഗ്രത്തിനകത്തൊക്കെ കൂടുതൽ ചെയ്യാനുണ്ട്. ഞാനിതൊരു ടെൻഡർ ഡ്രോയിങ് ആണ്. ഈ കൺസെപ്റ്റ് ഓക്കെ ആണെന്ന് പറയുവാണെങ്കിൽ ഇതിനകത്തിരുന്ന് പിന്നെ ഡ്രോയിങ്ങിനകത്തിരുന്നു ഈ ബഡ്ജറ്റിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു റഫ് ലേഔട്ടാണ് സാറിന് തന്നിരിക്കുന്നത്. ഈ ലേഔട്ട് അല്ലാതെ പ്രോപ്പറായിട്ടുള്ള ബഡ്ജറ്റിംഗ് ഒക്കെ തരുന്നതിന് മുമ്പായിട്ട് ഈ ഡിസൈൻ കംഫർട്ട് ആണെന്നുള്ളത് സാറ് ഡിസ്കസ് ചെയ്തിട്ടൊന്ന് പറയുവാണെങ്കിൽ ബാക്കി മുന്നോട്ടുള്ളത് പോകാം. ഈ സ്ഥലങ്ങൾ പ്രശ്നമാണെന്ന് പറയുവാണെങ്കിൽ ഈ ഡിസൈൻ മുഴുവനും മാറ്റണം. അതുകൊണ്ടാണ് ഈ ഡിസൈനിലോട്ട് തൊടാതെ ഒരു ബഡ്ജറ്റ് തരാനും പറ്റത്തില്ല. രണ്ട് ഭാഗവും ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് നമ്മൾ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. പ്രത്യേകിച്ച് ഇതൊരു പുതിയ കൺസ്ട്രക്ഷൻ അല്ലല്ലോ, നമ്മളൊരു ഓൾട്രേഷൻ ചെയ്യുന്നു. അപ്പം അതിനകത്ത് കോംപ്ലിക്കേഷൻ, ഇപ്പോൾ കിച്ചൻ്റെ ഭാഗമേ വന്നിട്ടില്ല, നമ്മുടെ ആ വർഷിപ്പ് ഏരിയ വന്നിട്ടില്ല. ഇതേപോലെ തന്നെ നമുക്ക് മെഷീൻ എപ്പോൾ വേണേലും റീപ്ലേസ് ചെയ്യാൻ പറ്റും, സർവീസ് ചെയ്യാൻ പറ്റും. ഈ ഡക്റ്റുകൾ ക്ലീൻ ചെയ്യാനും പറ്റും. ഡക്റ്റ് നമുക്ക് ഈ ട്രാപ്പ് ഡോർ കൊടുത്തിട്ട് അതാത് സ്ഥലത്ത് ഇപ്പോൾ ഒരു 10 വർഷം 15 വർഷം കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഡക്റ്റ് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും സൗകര്യം നോക്കിയിട്ടാണ് ഈ പ്ലേസ്മെൻറ്റിലോട്ട് വന്നത്. പിന്നെ നമ്മുടെ റെസ്റ്റ് റൂമിനകത്ത് ഈ മേളത്തെ AC പോലെ തന്നെ ഔട്ട്ഡോർ യൂണിറ്റ് അവിടെ കൊണ്ടുവച്ച് ഇവിടെയാണ് നമ്മൾ ശരിക്കും ഇൻഡോർ ആദ്യം വെക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ 11 ടണ്ണിൻ്റെ മെഷീൻ നിൽക്കത്തില്ല. ഇതല്ലാതെ VRF വയ്ക്കാം സാറിന്. ഒരു ഔട്ട്ഡോർ യൂണിറ്റും മൾട്ടിപ്പിൾ ഇൻഡോറും എന്നുള്ള രീതിയിൽ VRF വെക്കാൻ പറ്റും. ഇവിടെ VRF കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് 8 lakhs എബോവ് ആയിരിക്കും. കോപ്പർ പൈപ്പിംഗ് കാര്യങ്ങൾ കുറച്ച് കൂടുതൽ വരും. ഇവിടെ പ്രിഫറബിൾ VRF ആണ്. പക്ഷേ VRFൻ്റെ ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേ 11 ടണ്ണ് ഫിക്സഡ് സ്പീഡ്. ഈ 11 ടണ്ണ് ഫിക്സഡ് സ്പീഡിൻ്റെ 11 ടൺ ഇത് LGയുടെ ആണ് 11 ടൺ ഫിക്സഡ് സ്പീഡ്. ഞാൻ ആ CFMൻ്റെ കാര്യം ഒന്ന് ജസ്റ്റ് കാണിച്ചോട്ടെ. കാരണം ഇതുണ്ട് 11 ടണ്ണ് ഈ ഫിക്സഡ് സ്പീഡിന് മാത്രമേ ഉള്ളൂ. ഈ CFM 4400, നമ്മൾ മീഡിയം 3870 CFM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. ഒരു കോൺഫറൻസ് റൂം 3100, ഡൈനിങ് റൂം 4100, ഇവിടെ 7117 CFM. അപ്പം ആ മെഷീന് CFM മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ടണ്ണേജും ഈ പറഞ്ഞ പോലെ കീപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ സാറിന് എങ്ങനെ നമ്മൾ ആ മെഷീനിലോട്ട് വന്നു എന്നുള്ളതാണ്. ഇത് തന്നെ ഇൻവേർട്ടർ ടൈപ്പ് മെഷീനും അതേപോലെ നോർമൽ VRF മെഷീനൊന്നും ഇത്രയും CFM വരത്തില്ല. 7 ടണ്ണ് വരെയൊക്കെ ഇൻഡോർ വരത്തുള്ളൂ. ഫിക്സഡ് സ്പീഡിലോട്ട് പോകുമ്പോഴേ 11 ടണ്ണിലോട്ട് വരത്തുള്ളൂ. അപ്പം ഇവിടുന്ന് ഇത് ഞാൻ വീണ്ടും ഡക്റ്റിൻ്റെ സൈസിങ് ഒന്നും പ്രോപ്പറായിട്ട് ഈ ഡയഗ്രത്തിനകത്ത് ഡക്റ്റിൻ്റെ സൈസിങ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് റെഡ്യൂസർ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രത്തിനകത്ത് അതൊന്നും ചെയ്തില്ല. കാരണം ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് താല്പര്യമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകാം. കാരണം ഇവിടെ യൂണിറ്റ് വയ്ക്കുന്നു, മെയിൻ ബ്രാഞ്ച് പോകുന്നു, മെയിൻ ബ്രാഞ്ചിൽ ഇരുന്ന് ഈ ഭിത്തിയിലും തന്നെ നമ്മൾ ഓപ്പണിങ് കൊടുത്തിട്ട് അവിടെ തന്നെ നമുക്ക് ഗ്രില്ല് വെച്ച് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഈ മെഷീനുകൾക്കെല്ലാം മോട്ടറൈസ്ഡ് ഡാമ്പർ വയ്ക്കാം. ഇപ്പം എത്ര കോളർ ഉണ്ടോ അത്രയും കോളറിന് മോട്ടറൈസ്ഡ് ഡാമ്പർ, ഓരോ കോളറിനും ഒരു 10 രൂപ വെച്ച്. അതായത് 1, 2, 3, 4,
5, 6, 7, 8, 9, 10, 11, 12, 13. 1,30,000 രൂപ വരും ഈ പറഞ്ഞ ഡാമ്പറും അതേ തന്നെ മോട്ടറൈസ്ഡ് വിഷൻ നമ്മൾ മറ്റേ മേളിൽ ചെയ്തിരിക്കുന്ന അതേപോലെ. ഒരു എ സിക്ക് 35,000 രൂപ വരുമ്പം ഒരു ഡാമ്പറിൽ 10,000 രൂപയ്ക്ക് നമ്മളത് ആ ഒരു സിംഗിൾ എ സിയുടെ പെർഫോമൻസ് ചെയ്തു. ഇവിടെ ഒരു എ സി പിടിപ്പിക്കുന്നതിന് പകരമാണ് ഇവിടെ നമ്മളൊരു മോട്ടറൈസ്ഡ് ഡാമ്പറിലോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി ഇപ്പം ഒരു സജഷനും കൂടെ പറയാം. മോട്ടറൈസ്ഡ് ഡാമ്പർ അല്ലാതെ ലിവർ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ മാനുവലായിട്ട് കയറി ഈ സാധനം ക്ലോസ് ചെയ്യും ഓപ്പണും ചെയ്യണം. ഇപ്പം സീലിംഗ് ഇവിടെ ഫോൾ സീലിംഗ് ചെയ്യാതെ ഇവിടെ ബ്ലാക്ക് പെയിന്റ് അടിച്ചിപ്പോൾ സാറ് കണ്ടിട്ടില്ല, ബ്ലാക്ക് പെയിന്റ് നമ്മൾ ഡക്റ്റും ഇതും എല്ലാം ബ്ലാക്ക് ഷെയ്ഡിലാക്കി കഴിഞ്ഞാൽ ഈ ഡാമ്പറും ഇതും എല്ലാം നമുക്ക് ബ്ലാക്ക് പെയിന്റിങ് അടിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ലിവർ ഓണും ഓഫും മാനുവലായിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ഡാമ്പറിന് നിങ്ങൾക്ക് ഈ ആക്ടിവേറ്ററിന് മാത്രം ഒരു 7 രൂപയ്ക്ക് അടുത്ത് വരും. അപ്പോൾ ഒരു 10 രൂപ എന്ന് പറയുമ്പോൾ 3,000 രൂപയ്ക്കകത്ത് അത് നിൽക്കും. മാനുവലായിട്ട് ചെയ്യാൻ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഫർദർ ഡിസ്കഷനകത്ത് സംസാരിക്കാം സാർ. താങ്ക് യു.